ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ പവർ ഇലക്ട്രോണിക്സിൽ ഒരു രണ്ട് ടോപ്പിക്സ് ഉണ്ട്, അതായത് സൈക്ലോ കൺവേർട്ടറും ഇൻവേർട്ടറും. ഓക്കെ, ആ രണ്ടും കൂടിയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്കതൊന്ന് നോക്കാം. ഓക്കെ, അപ്പം ഫസ്റ്റ്ലി നമ്മൾ പറയുകയാണെങ്കിൽ ഈ രണ്ട് ടോപ്പിക്ക് എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള രണ്ട് ടോപ്പിക്കാണ്. ഓക്കെ, മാർക്ക് ഫെച്ച് ചെയ്യാനും പറ്റിയ ഒരു ടൈപ്പ് ഓഫ് ടോപ്പിക്കാണ് നമ്മുടെ സൈക്ലോ കൺവേർട്ടേഴ്സ് ആൻഡ് ഇൻവേർട്ടേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം സൈക്ലോ കൺവേർട്ടേഴ്സ് നമുക്ക് നോക്കാം. ഓക്കെ, സൈക്ലോ കൺവേർട്ടേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ സൈക്ലോ കൺവേർട്ടർ എന്ന് പറയുന്നത് ഒരു ഡിവൈസാണ്. ദാറ്റ് ഡിവൈസ് ഇൻ വിച്ച്, ഇതിൻ്റെ കറക്റ്റ് ഡെഫിനേഷൻ എന്ന് പറയാം, ഇറ്റ് ഈസ് എ ഡിവൈസ് ഇൻ വിച്ച് ദ ഇൻപുട്ട് പവർ, ഓക്കെ, എന്താണ് ഇൻപുട്ട് പവർ അറ്റ് വൺ ഫ്രീക്വൻസി. ഇതെല്ലാം കൺവേർഷനാണ് അല്ലേ, നമ്മളെല്ലാം പഠിക്കുമ്പോഴും ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്കുള്ള കൺവേർഷൻ. അപ്പോൾ ഇതും അതുപോലെ തന്നെ ഇതാണ്, ഇൻപുട്ട് പവർ അറ്റ് വൺ ഫ്രീക്വൻസി ടു ദ ഔട്ട്പുട്ട് പവർ, ഓക്കെ, അറ്റ് എ ഡിഫറൻറ്റ് ഫ്രീക്വൻസി. ക്ലിയർ? അപ്പോൾ രണ്ട് ഫ്രീക്വൻസി വേരിയേഷനാണ് വരുന്നത്. നമ്മൾ ഈ ഫ്രീക്വൻസി വേരിയേഷൻ സെയിം ഉള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ, പക്ഷേ നിങ്ങൾ ഓർക്കേണ്ടത് നമ്മൾ ഈ കൺവേർഷനിൽ തന്നെ ഡിഫറെൻറ്റ് ഫ്രീക്വൻസി, ഇപ്പോൾ ഫസ്റ്റ് ഫ്രീക്വൻസിയിൽ കൊടുക്കുന്നതായിരിക്കില്ല അടുത്ത സ്റ്റേജിലേക്ക് വരിക. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തന്നെ ഈ സൈക്ലോ കൺവേർട്ടേഴ്സ് തന്നെ നമ്മുടെ കയ്യിൽ രണ്ട് ടൈപ്പ് ഉണ്ട്. ഓക്കെ, അതായത് വി ആർ ഹാവിങ് സ്റ്റെപ്പ് ഡൗൺ സൈക്ലോ കൺവേർട്ടറും ഉണ്ട്, സിമിലർലി സ്റ്റെപ്പ് അപ്പ് സൈക്ലോ കൺവേർട്ടറും ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടെ ഫ്രീക്വൻസി ആണല്ലോ മെയിൻ കാര്യമായിട്ടുള്ളത്. അതായത് ഒരു ഫ്രീക്വൻസിയിൽ നിന്ന് വേറൊരു ഫ്രീക്വൻസിയിലേക്കുള്ള കൺവേർഷൻ, ശരിയല്ല. അപ്പോൾ ആ സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്ന പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഇൻപുട്ട് ഫ്രീക്വൻസിനെ FS എന്നും ഔട്ട്പുട്ട് ഫ്രീക്വൻസിനെ FO എന്നും എടുത്തു എന്ന് വിചാരിക്കും. ഓക്കെ, ഇഫ് നിങ്ങളുടെ FO ഗ്രേറ്റർ ദാൻ FS ആണെങ്കിൽ നമ്മൾ അതിനെ സ്റ്റെപ്പ് അപ്പ് സൈക്ലോ കൺവേർട്ടർ എന്ന് വിളിക്കും. ഇനി ഇത് നേരെ തിരിഞ്ഞിട്ട് FO ലെസ് ദാൻ FS ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നത് സ്റ്റെപ്പ് ഡൗൺ സൈക്ലോ കൺവേർട്ടർ. ഓക്കെ, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഈ സൈക്ലോ കൺവേർട്ടറിൻ്റെ ഒക്കെ മെയിൻ നമ്മുടെ ഫങ്ഷനുകളൊക്കെ കാര്യങ്ങളൊക്കെ വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, നമ്മളെ ഹൈ പവർ ആയിട്ടുള്ള AC ഡ്രൈവുകൾ, ഓക്കെ, ഹൈ പവർ ഡ്രൈവ്സ്, സിമിലർലി ഇൻഡക്ഷൻ ഹീറ്റിംഗ്, ഇങ്ങനത്തെ കുറച്ച് പ്രിൻസിപ്പിൾസിലാണ് ഈ സൈക്ലോ കൺവേർട്ടറിൻ്റെ യൂസേജ് കൂടുതലായിട്ടും നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സിമ്പിൾ സൈക്ലോ കൺവേർട്ടറിൻ്റെ ഒരു ശരിയായ ഡെഫിനേഷൻ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളൊരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. നമ്മൾ ക്വസ്റ്റ്യൻസിലൂടെയാണ് പോകുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് നോക്കൂ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ വെച്ചിട്ട് നോക്കാം. അപ്പോൾ ഒരു സൈക്ലോ കൺവേർട്ടറാണ്. സൈക്ലോ കൺവേർട്ടർ പവർ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ് ഈസ് എങ്ങനത്തെ ഡിവൈസാണ്? അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കി ഫ്രീക്വൻസി കൺവേർട്ടറാണ്, ശരിയല്ലേ? കാരണം ഫ്രീക്വൻസി എന്ത് ചെയ്യുവാണ്, ഒരു ഫ്രീക്വൻസിയിൽ നിന്ന്, അതായത് വൺ ഫ്രീക്വൻസിയിൽ നിന്ന് അനദർ ഫ്രീക്വൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. ഓക്കെ, വിത്തൗട്ട് ആൻ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ്, ഇടയ്ക്ക് സ്റ്റേജുകളൊന്നുമില്ല. ഓക്കെ, ഡയറക്റ്റ് കൺവേർഷനാണ്. അതായത് ആക്ച്വലി നമുക്കത് പവർ കൺട്രോളർ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. സൈക്ലോ കൺവേർട്ടർ പവർ ഇലക്ട്രോണിക് പവർ കൺട്രോളറാണ്. കാരണം ഇൻപുട്ട് പവറിന് ഔട്ട്പുട്ട് പവറിലേക്ക് ഓരോ ഫ്രീക്വൻസിയിലുള്ള കൺവേർഷനാണ് ആക്ച്വലി നടക്കുന്നത്. ഓക്കെ, അപ്പം സൈക്ലോ കൺവേർട്ടറിന് സിമ്പിൾ ഡെഫിനേഷൻ നിങ്ങളോട് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ ഫ്രീക്വൻസി കൺവേർട്ടർ വിത്ത് നോ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജുകളൊന്നുമില്ല, ഡയറക്റ്റ് കൺവേർഷൻ നടക്കുവാണ് നമ്മളുടെ ഇതിൽ സൈക്ലോ കൺവേർട്ടർ. ഓക്കെ, അപ്പോൾ ഒരു സിമ്പിൾ സൈക്ലോ കൺവേർട്ടർ വരയ്ക്കുവാണെങ്കിൽ നമ്മളൊരു AC സപ്ലൈ എടുത്തു. ഓക്കെ, ഇതിനൊരു സെൻറ്റർ ടാപ്പിങ്ങും കൂടി ഉണ്ടാവും. ഈ സെൻറ്റർ ടാപ്പിങ്ങിൻ്റെ അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണു, രണ്ട് തൈറിസ്റ്ററുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ ഈ സെൻറ്റർ ടാപ്പിൻ്റെ അടുത്തുനിന്ന് നമുക്ക് ഇത് ആരുണ്ട്, നമ്മുടെ ലോഡുണ്ട്, പിന്നെ അഗെയിൻ
നമ്മുടെ 2 തൈറിസ്റ്ററുകൾ നമ്മൾ പ്ലേസ് ചെയ്യുന്നു, അങ്ങനെ പോകുന്നു. ഓക്കെ, നമ്മളുടെ ഒരു പോയിൻ്റ് കൊടുക്കുക, ഇവിടെ നിന്ന് കറണ്ട് ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ P1 N1 എന്ന് പറയുന്നു, ഇത് P2 N2. ക്ലിയർ? അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ സപ്ലൈ പ്ലസ് ഓർ മൈനസ് കൊടുക്കുകയാണെങ്കിൽ ഇത് നമ്മൾ മിഡ് പോയിൻ്റ് പോലെയാണല്ലോ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മളുടെ O ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് ഒരു വോൾട്ടേജ് ആയിരിക്കും, ഇവിടെ വേറെ വോൾട്ടേജ് ആയിരിക്കും. ഇത് VA ഓന്നോ ഇത് VB ഓന്നോ എന്തെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, റെപ്രസെൻറ്റ് ചെയ്യാം. ഇത് A B ആണെങ്കിൽ അല്ലേ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സൈക്ലോ കൺവേർട്ടറാണ്, സിംഗിൾ ഫേസ് ആണല്ലേ. അപ്പോൾ ഇതിൽ തന്നെ ഒരു സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ഉണ്ട് ഇവിടെ, ശരിയല്ലേ. അപ്പം സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ വിത്ത് നമ്മുടെ മിഡ് പോയിൻ്റ് ടാപ്പിഡ് ആണ്, അതായത് 2 വൈൻഡിങ് ടാപ്പിഡ് ആണ്. എത്ര തൈറിസ്റ്റർ ഉണ്ട്? 4 തൈറിസ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി ഇത് ഗ്രൂപ്പുകളൊക്കെ ആക്കി ഡിവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു വേവ് ഫോം ഒക്കെ വരയ്ക്കുവാണെങ്കിൽ ആക്ച്വലി ഈ ഒരു ഇതിലാണ് വരിക. നമ്മളിപ്പോൾ ഓരോ ഗ്രൂപ്പുകൾ പോലെ ഡിവിഷൻ നടത്തുവാണെങ്കിൽ വോൾട്ടേജും ഔട്ട്പുട്ട് കറണ്ട് വരുമ്പോൾ ഇത് P1 ഗ്രൂപ്പും ഇത് ഏത് ഗ്രൂപ്പ് വരെ? ഇത് P2 ഗ്രൂപ്പാണ് വരിക. സിമിലർലി ഇത് N1, ഇത് N2. ഓക്കെ, N1 അല്ല, സോറി N2. ഇവിടെ ആര് വരും? N1 വരും. ഓക്കെ, അങ്ങനെ ഗ്രൂപ്പായിട്ടാണ് നമ്മളത് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഈ P1 P2 നമുക്ക് പോസിറ്റീവ് ഗ്രൂപ്പ് എന്നും അതുപോലെ നമ്മുടെ N1 N2 നമ്മൾ നെഗറ്റീവ് ഗ്രൂപ്പ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ അതായത് പറഞ്ഞു വരുന്നത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നമ്മളുടെ ഏതൊക്കെ SCR ഫോർവേഡ് ബയസ്ഡ് ആവുമെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇവിടെ കാണുന്ന പോലെ P1ഉം N2 ആണ് ഫോർവേഡ് ബയസ്ഡ് ആവുക പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. അതായത് ω_t 0 മുതൽ π വരെ. ഓക്കെ, ഇത് ω_t ആണ്. അപ്പോൾ 0 മുതൽ π വരെ P1ഉം N2 എന്താവും? ഫോർവേഡ് ബയാസ്ഡ് ആവും. സിമിലർലി അടുത്ത സ്റ്റേജിൽ എന്താവും? നമ്മളുടെ P2 N1 ആയിരിക്കും അടുത്ത സ്റ്റേജിൽ എന്ത് ചെയ്യുക? അടുത്ത ഫോർവേഡ് ബയാസിങ് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓൾട്ടർനേറ്റീവ്ലി പോസിറ്റീവ് നെഗറ്റീവ് വോൾട്ടേജ് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്കിവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ഓൾട്ടർനേറ്റ് വോൾട്ടേജ് നമുക്ക് കറക്റ്റ് കിട്ടുന്ന ടൈപ്പ് ഓഫ് കൺവേർട്ടറാണ് നമ്മൾ സൈക്ലോ കൺവേർട്ടേഴ്സ്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് നോക്കേണ്ടത് ഔട്ട്പുട്ട് ഫ്രീക്വൻസിൻ്റെ കാര്യമാണ് നമ്മൾ അറിയേണ്ടുള്ളൂ. ഇതിൻ്റെ വർക്കിംഗ് അങ്ങനെ ചോദിക്കാറില്ല. ഇതിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോയിൻറ്റ്സ് മാത്രമേ ഇതിൽ നോട്ട് ചെയ്ത് പോകേണ്ട കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തത് the output frequency of a cycloconverter is less than the input frequency. ഓക്കെ, ഇതിൻ്റെ മിക്കവാറും നമുക്ക് ഈ ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്ന് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ സ്റ്റെപ്പ് ഡൗൺ പഠിക്കുന്നുണ്ടെങ്കിലും മിക്കവാറും ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്താണ്? കുറവാണ് നമ്മൾ ഇൻപുട്ട് ഫ്രീക്വൻസിന്. അതിന് കാരണം എന്ന് വെച്ചാൽ നമ്മളെ സൈക്ലോ കൺവേർട്ടേഴ്സ് will mainly produce only a സബ് ഫ്രീക്വൻസി ഔട്ട്പുട്ട്. ഓക്കെ, ഒരു സബ് ഫ്രീക്വൻസി ഔട്ട്പുട്ട് മാത്രമാണ് കൂടുതലും നമുക്ക് തരുന്നത്. ഓക്കെ, അപ്പോൾ അതായത് നമ്മൾ ഇപ്പോൾ 50 ഹെർട്സ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നേരെ അത് കൺവേർട്ടറായിട്ട് ചെറിയ വോൾട്ടേജ് ആക്കി കിട്ടുള്ളൂ. അതായത് 25 ഹെർട്സോ നമ്മൾ 25 ഹെർട്സോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ 16 2/3 2/3 ഈ 25 ഹെർട്സ് എന്നൊക്കെ പറയുന്നത് നമ്മൾ വേറൊരു അപ്ലിക്കേഷൻസിലാണ് യൂസ് ചെയ്യുക. അതായത് ട്രാക്ഷൻ പോലത്തെ ഒരു അപ്ലിക്കേഷൻസ്. ട്രാക്ഷൻ അപ്ലിക്കേഷൻസിലൊക്കെയാണ് 25 ഹെർട്സ് അല്ലെങ്കിൽ 16 2/3 ഹെർട്സ് ഒക്കെ. അപ്പോൾ ഒരു സബ് ഫ്രീക്വൻസി റേഞ്ചിലാണ് നമ്മളുടെ ഔട്ട്പുട്ട് കിട്ടുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇതിനൊരു ഇൻ്റർമീഡിയറ്റ് DC ലിങ്ക് ഇല്ല. ഓക്കെ, ഇനി ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഒരു DC ലിങ്കോ ഒരു കൺവേർട്ടിംഗ് സ്റ്റേജോ ഒന്നും ഇല്ല. അതുകൊണ്ടാണ് ഈ ഫ്രീക്വൻസി കുറഞ്ഞ് കിട്ടുന്നത്. ഓക്കെ, ഇൻ കേസ് അതിൻ്റെ കാരണം ചോദിക്കുകയാണെങ്കിൽ ഓർക്കേണ്ടത് ഇറ്റ് ഈസ് ബിക്കോസ് ദർ ഈസ് നോ ഇൻ്റർമീഡിയറ്റ് DC ലിങ്ക്. ഇൻ്റർമീഡിയറ്റ് DC ലിങ്ക് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങോട്ടെ. ഈ 25 ഹെർട്സ് 16 2/3 ഒക്കെ ഏത് ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്താൽ ട്രാക്ഷൻ. ഓക്കെ, ട്രാക്ഷൻ ആപ്ലിക്കേഷൻസിലാണ് യൂസ് ചെയ്യുക. പിന്നെ ചിലപ്പോൾ ചോദിക്കാൻ ട്രാക്ഷൻ ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്ന മോട്ടർ ഞാൻ ചോദിച്ചാൽ ഇറ്റ് ഈസ് DC സീരീസ് മോട്ടറാണ് കോമൺലി യൂസ് ചെയ്യുന്നത്. ഓക്കെ,
അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ പറയുന്നത് ഇൻ എ സിംഗിൾ ഫേസ് സൈക്ലോ കൺവേർട്ടർ ഇഫ് α1 ആൻഡ് α2 ആർ ദ ട്രിഗർ ആംഗിൾസ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പോസിറ്റീവ് കൺവേർഷൻ നെഗറ്റീവ് കൺവേർഷൻ, അതിൻ്റെ ട്രിഗർ ആംഗിൾസ് α1 α2 ആണെങ്കിൽ ഈ α1 പ്ലസ് α2ൻ്റെ ടോട്ടൽ ആംഗിൾ എത്രയായിരിക്കും? അതിന് α1 പ്ലസ് α2 ഈക്വൽ ഡാഷ്. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു ഓപ്ഷൻ പോലെ ചോദിക്കുകയാണ് π/2 π 3π/2 ദെൻ 2π എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താണ് വരിക? അതായത് ഈ ഫയറിങ് ആംഗിൾ എന്ന് പറയുന്നത് നമ്മളെ പോസിറ്റീവ് ഗ്രൂപ്പിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോസിറ്റീവ് ഗ്രൂപ്പിൽ 0യിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി 180 മൈനസ് ഈ പോസിറ്റീവ് ഗ്രൂപ്പിൻ്റെ ആൽഫ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എങ്ങനെ നോക്കുവാണെങ്കിലും ഈ പോസിറ്റീവ് ഗ്രൂപ്പിൻ്റെയും നെഗറ്റീവ് ഗ്രൂപ്പിൻ്റെയും ആൽഫ ഇങ്ങനെ എഴുതിക്കോ, ആൽഫ പോസിറ്റീവ് പ്ലസ് ആൽഫ നെഗറ്റീവ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 180 ഡിഗ്രീസ് ആണെന്ന് ഓർത്തു. ഓക്കെ, ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. രണ്ട് ഗ്രൂപ്പിൻ്റെയും നമ്മുടെ സമ്മേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിഗ്രീസ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത് വെച്ചാൽ ഇത് ഇങ്ങനെ തന്നെ ചോദിക്കുള്ളൂ, ഇതിന് വേറെ ഇതിൽ മാറ്റാനും തിരിക്കാനൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് സിംഗിൾ ഫേസ് ടു സിംഗിൾ ഫേസ് സൈക്ലോ കൺവേർട്ടർ the magnitude of harmonic components are quite large. How can then be reduced by using? ഓക്കെ, അപ്പോൾ എപ്പോഴും ഒരു സൈക്ലോ കൺവേർട്ടറിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ സൈക്ലോ കൺവേർട്ടറിൻ്റെ ഔട്ട്പുട്ടിൽ ഹാർമോണിക്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഹാർമോണിക്സിനെ നമുക്ക് കുറയ്ക്കണം. നമ്മൾ ഹാർമോണിക്സിനെ കുറയ്ക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ യു ജസ്റ്റ് ഇൻക്രീസ് ദ നമ്പർ ഓഫ് പൾസസ് പെർ സൈക്കിൾ ഓഫ് ഇൻപുട്ട്. ഓക്കെ, നമ്പർ ഓഫ് പൾസസ് പെർ സൈക്കിൾ, ഒരു സൈക്കിളിലെ നമ്പർ ഓഫ് സൈക്കിൾസ് എന്ത് ചെയ്താൽ, നമ്പർ ഓഫ് പൾസസ് എന്ത് ചെയ്താൽ മതി, കൂട്ടിയാൽ മതി. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് റെഡ്യൂസ് ചെയ്യാം? അപ്പോൾ കൂടുതൽ പൾസസ് ഒരു സൈക്കിളിൽ തന്നെ റിപ്പീറ്റ് ചെയ്യുക, അപ്പോൾ എന്ത് ചെയ്യും? ഹാർമോണിക്സ് റിഡക്ഷൻ സംഭവിക്കും. ഓക്കെ, അപ്പോൾ ഇതിനുള്ളൊരു ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾക്ക് ബെസ്റ്റ് മെത്തേഡ് മീൻസ് ഇത് തന്നെയാണ്, പൾസസ് കൂട്ടുക. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്തായിരിക്കും? ലാർജ് നമ്പർ ഓഫ് തൈറിസ്റ്റേഴ്സ് വേണ്ടി വരും അല്ലേ? അപ്പോൾ ഈ കുറേ തൈറിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി, അതായത് കുറേ തൈറിസ്റ്ററും കുറേ പൾസസ് വേണ്ടി വരും അല്ലേ? അപ്പോൾ ഇങ്ങനെ കുറേ തൈറിസ്റ്ററും കുറേ പൾസസ് വരുന്നത് നമുക്കത് ഫീസിബിൾ അല്ല. കാരണം ഒരുപാട് തൈറിസ്റ്ററുകളും ഒരുപാട് പൾസുകളും അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരുപാട് പൾസുകൾ ആഡ് ചെയ്യുന്നുള്ളത് പ്രാക്ടിക്കലി നമുക്കത് ഫീസിബിളായ സൊല്യൂഷൻ അല്ല. അപ്പോൾ അതിന് ഒരു ബെസ്റ്റ് പരിപാടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 3 phase to 3 phase സൈക്ലോ കൺവേർട്ടർ ആക്കലാണ്. ഓക്കെ, അപ്പോൾ 3 phase സൈക്ലോ കൺവേർട്ടർ ആക്കലാണ്. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ സിംഗിൾ ഫേസ് ഇതിലുള്ള ഈ ഹാർമോണിക്സ് കുറക്കാനാണ് എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബെസ്റ്റ് ഐഡിയ നമ്മൾ എന്ത് ചെയ്യണം? 3 phaseലേക്ക് മാറുന്നതാണ് നല്ലത്. അതായത് 3 phase ഇൻപുട്ട് സപ്ലൈ നമ്മൾ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ 3 phase ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുക യൂസിങ് എ 3 phase ഇൻപുട്ട്. ഓക്കെ, നമ്മൾ 3 phase ഔട്ട്പുട്ട് ജനറേഷൻ നടത്തുക യൂസിങ് എ 3 phase ഇൻപുട്ട് സപ്ലൈ യൂസ് ചെയ്തിട്ട് ഔട്ട്പുട്ട് ജനറേഷൻ നടത്തി കഴിഞ്ഞാൽ ഈ ഹാർമോണിക്സിൻ്റെ ഇത് കുറയ്ക്കാമെന്നാണ് പറയുന്നത്. ക്ലിയർ? അപ്പോൾ അതൊന്ന് നോക്കുക. പിന്നെ അടുത്തത്, ദ ക്വാളിറ്റി ഓഫ് ഔട്ട്പുട്ട് എ സി വോൾട്ടേജ് ഓഫ് എ സൈക്ലോ കൺവേർട്ടർ ഈസ് ഇംപ്രൂവ്ഡ് ഇൻ ഡാഷ് വിത്ത് ഡാഷ് ഇൻ ഔട്ട്പുട്ട് വോൾട്ടേജ് അറ്റ് ഡാഷ് ഫ്രീക്വൻസി. അപ്പോൾ നമ്മുടെ സൈക്ലോ കൺവേർട്ടറിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്താണ് നമുക്ക് ഐഡിയ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ എപ്പോഴും നേരത്തെയും നമ്മളത് പറഞ്ഞിരുന്നു, അതായത് നമ്പർ ഓഫ് പൾസസ് കൂട്ടാണ് നമ്പർ ഓഫ്, അല്ലെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജിനെയും അതുപോലെ ഫ്രീക്വൻസി, നമ്പർ ഓഫ് പൾസസ് ഫ്രീക്വൻസി, അപ്പോൾ ഫ്രീക്വൻസിനും കൂട്ടുക. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ക്വാളിറ്റി എന്ത് ചെയ്യാം? ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ യു നീഡ് ടു ഇൻക്രീസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് അറ്റ് ദ സെയിം ടൈം യു മസ്റ്റ് ഇൻക്രീസ് ദ ഫ്രീക്വൻസി ഓൾസോ. ഇൻപുട്ട് ഔട്ട്പുട്ട് വോൾട്ടേജും കൂട്ടുക, അറ്റ് ദ സെയിം ടൈം ഫ്രീക്വൻസി നിങ്ങൾ എന്ത് ചെയ്യുക? കൂട്ടുക. കാരണം ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജിലുള്ള റിപ്പിൾസിനെ നമുക്ക് ഫ്രീക്വൻസി കൂട്ടുന്നത് വഴി നമുക്ക് കുറയ്ക്കാം. ഓക്കെ, ഔട്ട്പുട്ട് വോൾട്ടേജിലെ റിപ്പിൾസിനെ ഫ്രീക്വൻസി കൂട്ടുന്നത് വഴി കുറയ്ക്കാം. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ രണ്ടും എന്ത് ചെയ്യാൻ കൂട്ടാന്ന്. അതുകൊണ്ട്
നമുക്ക് ഈ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ AC വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ക്വാളിറ്റി നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടാം. അടുത്തത് നമ്മളൊരു ഇൻ്റർ ഗ്രൂപ്പ് റിയാക്ടർ ആഡ് ചെയ്യുവാണ്. ഓക്കെ, ഒരു സിംഗിൾ ഫേസ് സൈക്ലോ കൺവേർട്ടറിൽ നമ്മളൊരു ഇൻ്റർ ഗ്രൂപ്പ് റിയാക്ടർ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ എന്തിനാണ് ഈ റിയാക്ടർ ആഡ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ റിയാക്ടറിനൊക്കെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മളത് നിങ്ങൾക്ക് പാട്ടുണ്ടോയെന്ന് അറിയില്ല, പക്ഷെ പറയാറുണ്ട് നമ്മളൊരു കൺവേർട്ടറിൻ്റെ അകത്തൊരു കൺവേർട്ടർ ആയാലും എന്ത് ഇതായാലും നമ്മളൊരു റിയാക്ടറുകളൊക്കെ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മളെ സർക്കുലേറ്റിംഗ് കറണ്ട് ഉണ്ടാവും. അപ്പോൾ ഈ സർക്കുലേറ്ററി കറണ്ടിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇൻ്റർ ഗ്രൂപ്പ് റിയാക്ടറുകളെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ചോദിക്കാനുള്ള ചോദ്യമാണ് ടു ലിമിറ്റ് ദ സർക്കുലേറ്റിംഗ് കറണ്ട്. ക്ലിയർ? കാരണം രണ്ട് കൺവേർട്ടറിൻ്റെ അടുത്ത് സൈമൾട്ടേനിയസ്ലി കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ സർക്കുലേറ്ററി കറണ്ട് എക്സിസ്റ്റ് ചെയ്യും. അപ്പം അങ്ങനെ എക്സിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ മേ ബി കോസ് റിപ്പിൾസ്. ഓക്കെ, അപ്പോൾ റിപ്പിൾസ് ഉണ്ടാക്കുക രണ്ട് കൺവേർട്ടറിൻ്റെ ഇടയിൽ. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഇൻ്റർ ഗ്രൂപ്പ് റിയാക്ടറുകളെ അറ്റാച്ച് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഈ ഇൻ്റർ ഗ്രൂപ്പ് റിയാക്ടറുകൾ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ P ടൈപ്പ് N ടൈപ്പ് അല്ല P കൺവേർട്ടർ N ടൈപ്പ് കൺവേർട്ടർ എന്ന് കണ്ടില്ലേ, അത് നമ്മളെങ്ങനെ വെക്കുകയെന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിവിടെയാണ് നമ്മൾ റിയാക്ടർ വെക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മളിവിടെ ഒരു കൺവേർട്ടർ പ്ലേസ് ചെയ്യുവാണ്. ഓക്കെ, ഓരോ ഗ്രൂപ്പാണ് ഈ P ടൈപ്പ് N ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോസിറ്റീവ് ഗ്രൂപ്പും അതുപോലെ തന്നെ എന്താണ് നെഗറ്റീവ് ഗ്രൂപ്പാണ് അല്ലേ. അപ്പോൾ P ടൈപ്പ് കൺവേർട്ടറുകളും നമ്മൾ N ടൈപ്പ് കൺവേർട്ടറുകളും ആണ് കോമൺ ആയിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ഇതെല്ലാം എന്താണ് തൈറിസ്റ്ററുകളാണ്. ഓക്കെ, ഡയോഡല്ല, എല്ലാതും എന്താണ് തൈറിസ്റ്ററുകളാണ്. ഓക്കെ, അപ്പോൾ ഈ തൈറിസ്റ്ററുകൾ ഇതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ദീസ് തൈറിസ്റ്റേഴ്സ് ആർ T1 T3 T5 ഈ ഒരു ഓർഡറിൽ എഴുതാം. T1 T2 T3 എന്നല്ല, T1 T3 T5 എന്നാണ് എഴുതുക. സിമിലർലി ഇവിടെ എഴുതുക T4 T6 T2. ഓക്കെ, ഈ റിയാക്ടറിൻ്റെ ക്രോസ് ആണ് നമ്മൾ ഈ പറയുന്ന ലോഡ് ഫിറ്റ് ചെയ്യുന്നത്. അടുത്ത നെഗറ്റീവ് ഗ്രൂപ്പിൽ T2 T2 ഡാഷ് T6 ഡാഷ് T4 ഡാഷ് എന്നും ഇവിടെ 3 ഡാഷ് T5 ഡാഷ് T1 ഡാഷ് എന്നാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഓരോ ഫേസിൽ കണക്ട് ചെയ്ത് ഇത് C, ഇത് B, അതുപോലെ തന്നെ ഇത് A. സിമിലർലി ഇവിടെയും ഇത് A, ഇത് B, അതുപോലെ തന്നെ ഇത് C. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ വിളിക്കുന്നവരാണ് P കൺവേർട്ടർ, ഇതിനെ വിളിക്കുന്നവരാണ് N കൺവേർട്ടർ. ഈ വരച്ചിരിക്കുന്ന സാധനമാണ് ഇൻ്റർ ഗ്രൂപ്പ് റിയാക്ടർ. ഓക്കെ, ഇതാണ് നമ്മളുടെ ഇൻ്റർ ഗ്രൂപ്പ് റിയാക്ടർ. അപ്പോൾ ഇങ്ങനെ ഒരു ലോഡിൻ്റെ അക്രോസ് അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് കൺവേർട്ടർ, ഇപ്പോൾ രണ്ട് കൺവേർട്ടർ വന്നല്ലോ, ഒരു P കൺവേർട്ടർ. അങ്ങനെ രണ്ട് കൺവേർട്ടറിൻ്റെ ഇടയ്ക്ക് ഒരു സർക്കുലേറ്റിംഗ് കറണ്ട് ഉണ്ടാവും. ആ സർക്കുലേറ്റിംഗ് കറണ്ടുകളെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്, നമ്മളീ പറയുന്ന ഇൻ്റർ ഗ്രൂപ്പ് റിയാക്ടറിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു മൊത്തം സെറ്റിനെ നമുക്കൊരു നമുക്കൊരു ഇങ്ങനെ വരക്കുവാണെങ്കിൽ നമുക്കെന്ത് ചെയ്യാം, ഇതിനെ ഇവിടെ ഒരു ചെറിയൊരു സിംഗിൾ ഒരു പോസിറ്റീവ് ഗ്രൂപ്പ് എന്ന് വിളിക്കാം. ശരിയല്ലേ? ഇനി അതേപോലെ ഇതിൻ്റെ അക്രോസ് ഈ പറഞ്ഞ ലോഡുണ്ട്, ഇതേപോലെ തന്നെ പോസിറ്റീവ് ഗ്രൂപ്പ് ഉള്ള പോലെ തന്നെ ആരും ഉണ്ടാവും, നമുക്കൊരു നെഗറ്റീവ് ഗ്രൂപ്പും ഉണ്ടാവും. ശരിയല്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് ഏത് സാധനത്തിനും നമുക്ക് എന്ത് ചെയ്യാം, റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് മനസ്സിലാക്കുക, ലിമിറ്റ് ചെയ്യുക. എന്തിനാണ് നമ്മളെ ഇൻ്റർ ഗ്രൂപ്പ് റിയാക്ടറിൽ ലിമിറ്റ് ചെയ്യുന്ന സർക്കുലേറ്റിംഗ് കറണ്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക.
ഒരു സൈക്ലോ കൺവേർട്ടർ 50 ഹെർട്സിലാണ് എന്ത് ചെയ്യുന്നത്, ഓപ്പറേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഒരു നല്ല ക്വാളിറ്റിയിൽ നമ്മൾക്കൊരു ഔട്ട്പുട്ട് ഏത് ആക്സെപ്റ്റബിൾ നല്ല ക്വാളിറ്റിയിൽ കിട്ടുന്നത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞതാണ്. അതായത് നല്ല ക്വാളിറ്റി ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ നമ്മളെ ഫ്രീക്വൻസി അപ്പുറത്തെ സൈഡിൽ എന്തായിരിക്കണം, ലോവർ ആയിരിക്കണം, ശരിയല്ലേ. അപ്പോൾ ലോവർ ഫ്രീക്വൻസി ആയിരിക്കണം. അപ്പോൾ ലോവർ ഫ്രീക്വൻസിയിലുള്ള തന്നെ റേഞ്ചുകൾ നമ്മൾ പറഞ്ഞതാണ്. അതൊക്കെയാണ് ഒന്നെങ്കിൽ 25 ഹെർട്സ് അല്ലെങ്കിൽ 16 2/3 ഹെർട്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഓപ്ഷനിൽ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയെന്ന് വെച്ചാൽ 16 ഹെർട്സ് ആണ് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ അല്ലേ. അപ്പോൾ ഒരു ആക്സെപ്റ്റബിൾ ക്വാളിറ്റി ആവുന്ന സൈക്ലോ കൺവേർട്ടർ ആണെങ്കിൽ ഇറ്റ് വിൽ ബി 0 to 16 ഹെർട്സ് എന്ന ഓപ്ഷനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പിക്ക് ചെയ്യേണ്ടത്. ക്ലിയർ? അപ്പോൾ ആ ഒരു പോയിന്റ് നോട്ട് ചെയ്യുക. ഇത് ചോദിച്ച ഒരു ചോദ്യമാണ് കേട്ടോ, ഈ 0 to 16 ഹെർട്സ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, how many switches are used to construct a 3-phase to 3-phase cyclo converter? ഓക്കെ, ഒരു 3-phase to 3-phase cyclo converter ഉണ്ടാക്കാൻ എത്ര സ്വിച്ച് വേണം, അല്ലെങ്കിൽ എത്ര തൈറസ്റ്റർ വേണം? സ്വിച്ച് എന്ന് പറഞ്ഞാൽ തൈറസ്റ്റർ ആണല്ലോ, തൈറസ്റ്റർ വേണം എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ സൈക്ലോ കൺവേർട്ടറിൻ്റെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ സ്വിച്ചുകൾ എത്ര വേണമെന്നുള്ള നമ്മൾ നേരത്തെ ഒരു ഇത് കൺസ്ട്രക്ട് ചെയ്തിരുന്നു അല്ലേ. അത് ആക്ച്വലി 6 പൾസ് ബ്രിഡ്ജ് കൺവേർട്ടർ ആയിരുന്നു സൈക്ലോ കൺവേർട്ടർ. അതായത് 3 പൾസ് 6 പൾസ് എന്താണ് ബ്രിഡ്ജ്, കാരണം 6 പൾസുകളാണ് അതിൽ വരിക. അപ്പോൾ നമ്മളൊരു 3-phase to 3-phase സൈക്ലോ കൺവേർട്ടർ എന്ന് പറയുമ്പോൾ ശരിക്കും ഇത് ആക്ച്വലി ഇറ്റ് വിൽ ബി യൂസിങ് 3 സെറ്റ്സ് ഓഫ് 3-phase ഹാഫ് വേവ് സർക്യൂട്ട്. ഓക്കെ, 3-phase ഹാഫ് വേവ് സർക്യൂട്ടിൻ്റെ 3 സെറ്റായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പം ഈ ഓരോ സർക്യൂട്ടിലും എത്ര തൈറസ്റ്റർ ഉണ്ടാവും? 3-phaseൻ്റെ 3 സെറ്റ്, 3-phase ഹാഫ് വേവ് സർക്യൂട്ടിൻ്റെ 3 സെറ്റ് അല്ലേ. അപ്പം ഓരോ ഹാഫ് വേവ് സർക്യൂട്ടിലും എത്ര തൈറസ്റ്റർ വീതം ഉണ്ടാവും? ഓരോ ഹാഫ് വേവ് സർക്യൂട്ടിലും 6 തൈറസ്റ്റർ വീതം ഉണ്ടാവും, ശരിയല്ലേ. അപ്പോൾ 6 തൈറസ്റ്റർ വീതമുള്ള 3-phase അല്ല, അപ്പോൾ 6 തൈറസ്റ്റർ വീതമുള്ള 3 സെറ്റാണ് വേണ്ടി വരിക. അപ്പോൾ 6 into 3, അതായത് 18 തൈറസ്റ്റർ ആയിരിക്കും നമുക്ക് വേണ്ടി വരിക എന്തിന്, നമ്മളുടെ കൺസ്ട്രക്ഷൻ. ക്ലിയർ? അപ്പോൾ മൊത്തം 18 നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, കൺസ്ട്രക്ഷൻ 18 തൈറസ്റ്റർ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അത്യാവശ്യമായിട്ട് വേണ്ടി വരും. ഏതാണ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, 3-phase to 3-phase സൈക്ലോ കൺവേർട്ടർ ആണെങ്കിൽ. ഓക്കെ, ഇനി ഇതിൻ്റെ പോലെ തന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ 3-phase to 3-phase സൈക്ലോ കൺവേർട്ടറിന് എത്ര SCR വേണ്ടി വരും? ഓക്കെ, 3-phase to 3-phase അല്ലെങ്കിൽ 3-phase അല്ല ആക്ച്വലി. ഓക്കെ, ആ 3-phase തന്നെ 3-phase കൺവേർട്ടറിന് എത്ര SCR വേണ്ടി വരും, എത്ര പൾസ് ഡിവൈസിൽ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നമ്മൾ അതാണ് ആലോചിക്കേണ്ടത്. നമ്മളിപ്പോൾ ഒരു ഈ 3-phase തന്നെ 2 തരത്തിലുണ്ടാക്കാം. 6 പൾസിലും ഉണ്ടാക്കാം, അതുപോലെ 3 പൾസിലും ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ അത് ഏത് പൾസാണെന്ന് അവർ റെഫർ ചെയ്ത് കറക്റ്റ് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ രണ്ടും നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതായത് ഇത് കൺസ്ട്രക്ട് ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു 3-phase ഇപ്പോൾ വരച്ചു തരാം. ഇപ്പോൾ ഒരു 3-phase 3 പൾസ് സൈക്ലോ കൺവേർട്ടറാണ് വരക്കുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ഇത് ഓരോന്ന് നേരത്തെ എടുത്ത പോലെ ഇൻഡിവിജ്വലായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാത്തിനും കൂടി ഒരു കോമൺ ലൈൻ വരക്കുവാണ്. ഓക്കെ, ഇതൊരു എ, ഇതൊരു ബി, ഇത് സി ആണെങ്കിൽ നമ്മളിവിടുന്ന് ലൈൻസ് ഡ്രോപ്പ് ചെയ്യുവാണ്. ഓക്കെ, ഇവിടുന്ന് ലൈൻസ് ഡ്രോപ്പ് ചെയ്തു. ഇവിടെ ആരൊക്കെ ഉണ്ടാവും? ഒരു 3 തൈറസ്റ്റർ ഉണ്ടാവും, ശരിയല്ലേ. അപ്പോൾ ഈ 3 തൈറസ്റ്ററെ നമ്മൾ എന്ത് ചെയ്യും, പി കൺവേർട്ടർ എന്ന് വിളിക്കും. ഇതിനെ ആര് വെച്ച് കണക്ട് ചെയ്യും? ഒരു ലിമിറ്റിംഗ് റിയാക്ടർ വെച്ച് കണക്ട് ചെയ്യും.
ഇവിടെ ആരുണ്ടാവും? നേരത്തെ പോലെ തന്നെ നമ്മളീ പറയുന്ന നമ്മളിപ്പോൾ നെഗറ്റീവ് കൺവേർട്ടർ, അല്ലെങ്കിൽ നമ്മൾ ഇത് പി കൺവേർട്ടർ ആണെങ്കിൽ ഇതാരാണ്? എൻ കൺവേർട്ടർ ആണ് അല്ലേ. നേരെ തിരിഞ്ഞിട്ട് നമ്മളുടെ എൻ കൺവേർട്ടറും ഉണ്ടാവും, ശരിയല്ലേ. അപ്പോൾ ഇവിടെ ലിമിറ്റിംഗ് റിയാക്ടർ ഉണ്ടാവും, ഇവിടെ ആരുണ്ടാവും? എൻ കൺവേർട്ടർ. അപ്പോൾ ഇത് മൊത്തത്തിലുള്ളൊരു സാധനമാണ് ഇതെന്ത്, നമ്മൾ ഒരു ഫേസ്. ക്ലിയർ? ഇതാണ് നമ്മളുടെ ഫേസ് 1. ഇവിടെ ഒരു ലോഡും ഉണ്ടാവും, അപ്പോൾ ഇതാണ് നമ്മളൊരു ഫേസ് 1. ഇങ്ങനത്തെ എത്ര ഫേസ് ഉണ്ടാക്കേണ്ടി വരും? അതിൽ നമുക്കിത് പറയാം, ഇത് പി കൺവേർട്ടർ പോസിറ്റീവ്, ഒരു പി കൺവേർട്ടറും ഒരു എൻ കൺവേർട്ടറും വന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയാം. ഇതിന് ഒരു ഗ്രൂപ്പ് എന്ന് വിളിക്കാം. ഇത് ഫേസ് 1 ആണ്. അങ്ങനെ എത്ര ഫേസ് ഉണ്ടാവും? 3 ഫേസ് ഉണ്ടാവും. ക്ലിയർ? അപ്പോൾ ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ അടുത്തൊരു ഗ്രൂപ്പ് ഉണ്ട്, ഗ്രൂപ്പ് 2, ഇവിടെ അടുത്തൊരു ഗ്രൂപ്പ് 3. ഓക്കെ, അപ്പം ഇത് ഫേസ് 2, ഇതെന്താണ്? ഫേസ് 3. ഇവിടെ എത്ര തൈറിസ്റ്റർ ഉണ്ടായിരുന്നു? 6 എണ്ണം. ഇവിടെ എത്ര എണ്ണം ഉണ്ടാവും? ഇവിടെയും 6 എണ്ണം ഉണ്ടാവും, കാരണം 3 6. ഇവിടെ എത്ര ഉണ്ട്? 6 ഉണ്ടാവും, ശരിയല്ലേ. അപ്പോൾ മൊത്തം എത്ര തൈറിസ്റ്റർ ഉണ്ടാവും? 18 തൈറിസ്റ്റർ ഉണ്ടാവും. ഓക്കെ, 18 തൈറിസ്റ്റർ ഉണ്ടാവും. അപ്പോൾ 18 തൈറിസ്റ്റർ എന്ന് പറയുന്നത് എത്ര ഗ്രൂപ്പ് കൺവേർട്ടർ ആണ്? നിങ്ങളോട് ചോദിക്കുകയാണ് 3 പൾസ് ആണെന്ന് ചോദിച്ചാലാണ് ഈ പറയുന്ന പോലെ 18 ഗ്രൂപ്പ് കൺവേർട്ടർ. കാരണം ഇവിടെ 3 പൾസേ ഉള്ളൂ. ഇതാണ് ഈ പൾസ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഇതാണ്. ഇതൊരു പൾസ് ഈ മൊത്തത്തിൽ, അല്ലെങ്കിൽ മൊത്തത്തിൽ നമുക്ക് എന്ത് പറയാം? പൾസ് എന്ന് പറയാം. ഓക്കെ, അതായത് ഇതിനെയാണ് ഒരു പൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഗ്രൂപ്പിലുള്ള ഒരു കൺവേർട്ടർ, അതായത് പി കൺവേർട്ടറിലുള്ള തൈറിസ്റ്റർ, ഈ കൺവേർട്ടറിൽ എത്ര തൈറിസ്റ്റർ വേണം അത്രയും പൾസ്. പി കൺവേർട്ടറിൽ 3 തൈറിസ്റ്റർ ആണ്, അപ്പോൾ 3 പൾസ്. ഇവിടെയും ഈ എൻ കൺവേർട്ടറിൽ എത്ര തൈറിസ്റ്റർ ആണ്? 3 കൺവേർട്ടർ, അതിന് അതും എത്ര പൾസ് തന്നെയാണ്? 3 പൾസാണ്. ക്ലിയർ? അപ്പം 18 SCRന് 3 പൾസ് വേണം. ക്ലിയർ? ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതിന് നേരെ തിരിച്ചു പോയാൽ 6 പൾസ് ആണെങ്കിലോ? 6 പൾസ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മളിപ്പോൾ ഇവിടെ, അപ്പം 6 പൾസ് ആകുമ്പോൾ ഈ ഒരു ഒറ്റ ലൈനിൽ എത്ര തൈറിസ്റ്റ് വരും? 6 എണ്ണം വരും, ശരിയല്ലേ. ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 4, ഇവിടെ 5, ഇവിടെ 6 എണ്ണം. ക്ലിയർ? ഇത് ഏത് ഗ്രൂപ്പാണ്? ഏത് കൺവേർട്ടർ? ഇത് പി കൺവേർട്ടറാണ്. ഇനി ഇതിൻ്റെ നമ്മൾ നേരത്തെ വരച്ച പോലെ ഉള്ള റിയാക്ടർ ഉണ്ടാവും. ഇവിടെ നേരെ തിരിഞ്ഞിട്ടുള്ള ആരും ഉണ്ടാവും? നമ്മുടെ എൻ കൺവേർട്ടറുകളും ഉണ്ടാവും. SCR. ഓക്കെ, ഇതാരായിരിക്കും? ഇത് എൻ കൺവേർട്ടർ ആയിരിക്കും. ഇവിടെയും ആ റിയാക്ടർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മിഡിലെ ലോഡൊക്കെ പോകുന്നുണ്ട്, അതൊന്നും മറക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ 6 പൾസിൽ വരുമ്പോൾ ഇതൊരു പി കൺവേർട്ടർ, ഇതൊരു പി കൺവേർട്ടർ. അപ്പോൾ ഈ മൊത്തത്തിനാണ് എന്ത് ചെയ്യുക? ഒരു ഗ്രൂപ്പ് 1 എന്ന് വിളിക്കുക. ഇതുപോലെ എത്ര ഗ്രൂപ്പ് ഉണ്ടാവും? ഗ്രൂപ്പ് 2 ഉണ്ടാവും, അതുപോലെ ആരുണ്ടാവും? ഗ്രൂപ്പ് 3 ഉണ്ടാവും. അതായത് ഫേസ് 1, ഫേസ് 2, ഫേസ് 3. ഓക്കെ, 3 ഫേസ് തന്നെയാണല്ലോ. അപ്പോൾ 3 ഫേസ് തന്നെയാകുമ്പോൾ ഈ ഒരു ഒറ്റ ഗ്രൂപ്പ് ഒരു ഫേസ്, സെക്കൻഡ് ഫേസ്, 3 ഫേസ് എന്ന് പറയും. അപ്പോൾ ഈ ഒറ്റ ഗ്രൂപ്പിൽ ഈ ഒരു ഒറ്റ പി കൺവേർട്ടറിൽ മാത്രം എത്ര പൾസ് ഉണ്ട്? 1 2 3 4 5 6 എണ്ണം, ശരിയല്ല. അത് ഇതിനെയാണ് ഒരു പൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെയാണ് ഒരു പൾസ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് നമുക്ക് ഇമ്മെറ്റീരിയലാണ്, കാരണം നമ്മളൊരു കൺവേർട്ടറിൽ എത്ര പൾസ് ഉണ്ട് നമുക്ക് നോക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പം ഈ ഒരു സാധനത്തിനാണ് പൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 6 ആണെങ്കിൽ പൾസ് ആണെങ്കിൽ ഇവിടെയുള്ള ഈ സാധനത്തിന് എത്ര പൾസ് പറയും? ഇതിന് 3 പൾസ് എന്ന് പറയും. അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ 3 പൾസും 18 SCRും വന്നത്. ഇവിടെ നിങ്ങൾ ആലോചിച്ചു, ഇവിടെ എത്ര പൾസാണ്? 6 പൾസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി എത്ര മൊത്തം SCR എത്ര വരും? ഇവിടെ ഒരു ഗ്രൂപ്പ് തന്നെ എത്ര SCR ഉണ്ട്? 6 6 12 ഉണ്ട്. ഇവിടെയും 12, ഇവിടെയും 12. മൊത്തം എത്ര വരും? 36 SCR വരും അല്ലേ? എത്ര പൾസിൽ? 6 പൾസിൽ 36 SCR വരും. ഓക്കെ, അപ്പോൾ ആ പൾസിനനുസരിച്ചിട്ട് സാധനവും മാറും. ക്ലിയർ? കൂടുതലും ഈ 3 പൾസ് 6 പൾസ് തന്നെയാണ് കാണാറ്. അതുകൊണ്ട് അതിൻ്റെ അപ്പുറത്തൊന്നും ചോദ്യം ചോദിക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ ഓർത്ത് വയ്ക്കുക, നമ്മളെ പൾസ് എത്രയാണോ തരുന്നത് അതിനനുസരിച്ച് ചോദിക്കും. അതിനനുസരിച്ച് നമ്മൾ SCRകൾ ഫോം ചെയ്യണം. 2 പൾസ് ഒന്നും ഉണ്ടാവില്ലല്ലോ, എന്തായാലും മിനിമം 3 അല്ലെങ്കിൽ 6. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചിട്ട് SCRകളെ നമ്മൾ നോക്കാം.
മൊത്തം ആ ഓരോ ഗ്രൂപ്പിനും എത്രയാണെന്ന് നോക്കിയാൽ മതി. ഇവിടെ നമ്മൾ ഈ മൊത്തം ഗ്രൂപ്പിന് എത്ര SCR വേണം? 12 ഇവിടെ ഈ മൊത്തം ഗ്രൂപ്പിന് എത്ര SCR മതിയായിരുന്നു? ഇവിടെ 6 മതിയായിരുന്നു. ഒരു ഗ്രൂപ്പ് 1 6 മതി അല്ലേ? അപ്പോൾ 6 × 3 18 ഇങ്ങനെ. ഇവിടെ 12, ഒരു ഗ്രൂപ്പ് തന്നെ 12, അപ്പോൾ 12 × 3. ക്ലിയർ? അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? ഒരു 3 ഫേസ് സൈക്ലോ കൺവേർട്ടറിന് എത്ര പൾസിനനുസരിച്ച് SCR? അപ്പോൾ നമ്മൾ പറഞ്ഞു 18 SCR ആണെങ്കിൽ 3 പൾസ്, 36 SCR ആണെങ്കിൽ 6 പൾസ്. 36 6 ഓപ്ഷൻ നോക്കുക, അല്ലെ 18 3 ഓപ്ഷൻ നോക്കുക. 18 3 കാണുന്നില്ല, ഇതുമല്ല 36 SCRന് എത്ര പൾസ്? 6 പൾസസ് ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ അല്ലേ? അതാണ് നമ്മൾ അറിയേണ്ട ഒരു പോയിന്റും. ഇനി അടുത്തത് ദ റേഷ്യോ ഓഫ് പവർ ഹാൻഡിൽഡ് ബൈ 18 SCRs. 18 SCR ഹാൻഡിൽ ചെയ്യുന്ന പവർ ടു ദ 36 SCR ഹാൻഡിൽ ചെയ്യുന്ന പവറിൻ്റെ റേഷ്യോ. ഓക്കെ, സെയിം വോൾട്ടേജും സെയിം കറണ്ട് റേറ്റിംഗ് കാര്യങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ 3 ഫേസ് ഇതേതാണ്? ഇതേത് പൾസായിരിക്കും? ഇത് 3 ഫേസ് 3 പൾസ് ആയിരിക്കും. ഇതെന്ത് പൾസായിരിക്കും? 3 ഫേസ് 6 പൾസ് ആയിരിക്കും അല്ലേ? നമ്മൾ പറഞ്ഞല്ലേ. അപ്പോൾ ഇതിന് പവർ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്തായിരിക്കും? സാധാ ലോജിക്കാണ്. 18 SCRന് ഹാൻഡിൽ ചെയ്യാനുള്ള പവർ കുറവായിരിക്കും കമ്പയർഡ് ടു യുവർ 36. അപ്പോൾ ഇതിനിപ്പോൾ ഒരു നമ്മൾ റേഷ്യോ എടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ നേരെ ഡബിളായിരിക്കും ഇതിന് ഹാൻഡിൽ ചെയ്യേണ്ട പവർ, കാരണം അത്രയും SCR കൂടുന്നതല്ല. അപ്പോൾ പവർ ഹാൻഡിൽ ബൈ 18 SCR ടു 36 SCR വിൽ ബി ഹാഫ്. ക്ലിയർ? ഇനി നേരെ തിരിച്ച് വയ്ക്കുകയാണെങ്കിൽ 2, കാരണം 36 SCRന് കൂടുതൽ വേണ്ടി വരും, 18 SCRന് നേരെ ഡബിൾ വേണ്ടി വരും. ഓക്കെ, അടുത്ത് നോക്കുവാണെങ്കിൽ അടുത്ത ചെറിയൊരു പ്രോബ്ലമാണ്. ഈ സൈക്ലോ കൺവേർട്ടറിൻ്റെ ബേസ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. നമുക്കിങ്ങനെ വലിയ ഇക്വേഷൻസ് ഒന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്കും, കാരണം ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആയിരുന്നാൽ ചോദിക്കാൻ ചാൻസ്. എന്നിരുന്നാലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആൻസർ ചെയ്യുന്ന വിധത്തിലുള്ളൊരു ചെറിയൊരു ഇക്വേഷനാണ്. നമുക്ക് നോക്കാം. പിന്നെ 3 ഫേസ് സിംഗിൾ ഫേസ് സൈക്ലോ കൺവേർട്ടർ എംപ്ലോയിങ് 6 പൾസ് ബ്രിഡ്ജ് സർക്യൂട്ട്. ഇൻപുട്ട് വോൾട്ടേജ് തന്നിട്ടുണ്ട് 200 വോൾട്ട് പെർ ഫേസ്. ദ ഫണ്ടമെൻ്റൽ RMS വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഒരു സൈക്ലോ കൺവേർട്ടറിൻ്റെ കേസിൽ ഫണ്ടമെൻ്റൽ RMS വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷന് ഓർത്ത് വയ്ക്കുക. വി ഔട്ട് RMS എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി VP ഇൻറ്റു M/π ഇൻറ്റു സൈൻ π/. ഇത് ഇക്വേഷൻ പറ്റുവാണെങ്കിൽ പഠിച്ചു വെച്ചാൽ മതി, നമുക്ക് എങ്ങാനും ചോദിക്കുവാണെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൽ VP എന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജ് പെർ ഫേസ് ആണ്, ഇതാണ് VP. പിന്നെ 6 പൾസ് ആണ് നമ്മൾ M കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, M കൊണ്ട് റെപ്രസെൻ്റ് 6 പൾസ്. അപ്പോൾ നമുക്കത് കിട്ടും. VP എന്ന് വെച്ചാൽ 300 ഇൻറ്റു M എന്ന് പറഞ്ഞാൽ 6/π സൈൻ π/6. So it will be 200 into 6/p into sin 30. Okay, അപ്പോൾ 200 into 6/π into sin 30 എന്ന് പറഞ്ഞാൽ 1/2 കട്ട് ചെയ്ത് പോവും. അപ്പോൾ 100 into 6 600/π വോൾട്ടാണ് നമ്മുടെ ആൻസർ. ഓക്കെ, സോ ദ ആൻസർ ഈസ് 600π വോൾട്ട് കേട്ടോ. 600π വോൾട്ട്. അപ്പോൾ എങ്ങനെ ചെറിയ പ്രോബ്ലംസ് ചോദിക്കൂല, ഇക്വേഷൻ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കിട്ടിയാൽ ആയില്ലേ, അതുകൊണ്ട് ആ ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. ക്ലിയർ? അപ്പോൾ അതാണ് ഇതിൽ പറയാനുള്ളത്. ഇനി അടുത്തത് നമ്മളെ ബ്രിഡ്ജ് ഇൻവെർട്ടർ. ഓക്കെ, അപ്പോൾ ഇൻവെർട്ടർ എന്നുള്ള കുറച്ച് ചെറിയൊരു കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇൻവെർട്ടർ നമുക്ക് ഓൾറെഡി അറിയാം എന്താണ്, നമ്മൾ DC പവറിനെ AC യിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് നമ്മളെ ഡിസൈഡ് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് വോൾട്ടേജും ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ അത് DC പവറിനെ AC പവറിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സംഭവമാണ് നമ്മളുടെ ഇൻവെർട്ടർ. ഓക്കെ, അപ്പം ഇതിൽ തന്നെ നമുക്ക് 2-3 ടൈപ്പുകളുണ്ട്. അതായത് നമ്മൾ മൊത്തം ഇൻവെർട്ടറിനെ ക്ലാസ് ചെയ്യുന്ന കറണ്ട് സോഴ്സ് ഇൻവെർട്ടർ, വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ എന്നൊക്കെ പറഞ്ഞാൽ ക്ലാസിഫൈ ചെയ്യും. ഓക്കെ, VSI CSI എന്നൊക്കെ പറഞ്ഞ ക്ലാസ് ചെയ്യും. നമുക്കതിൻ്റെ ആവശ്യമുണ്ടോയെന്ന് അറിയില്ല.
ബട്ട് സ്റ്റിൽ ചെറിയ ചെറിയ ബ്രീഫിങ് മാത്രം തരാം. ഓക്കെ, നമ്മളിപ്പോൾ വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടറിനായിട്ട് പഠിക്കുവാണെങ്കിൽ ഈ വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടറിന് ഒരു DC വോൾട്ടേജ് സോഴ്സ് ഉണ്ടാവും ഇൻപുട്ട് ടെർമിനൽസിൽ. ക്ലിയർ. സിമിലർലി ഒരു CSIക്കാന്ന് വെച്ചാൽ ഒരു അഡ്ജസ്റ്റബിൾ കറണ്ട് ഉണ്ടാവും ഈ DC സോഴ്സിൽ. ഓക്കെ, അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റിഫായിട്ടുള്ള ഔട്ട്പുട്ട് സ്റ്റിഫായിട്ടുള്ള കറണ്ട് സോഴ്സ് ഉണ്ടാവും എന്നും പറയാം. ഓക്കെ, ആ ഒരു ടൈപ്പിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതാണ് ഇത്. നമ്മളൊരു സിംഗിൾ ഫേസ് വോൾട്ടേജ് സോഴ്സുകൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ 2 ടൈപ്പുകളുണ്ട്. അതായത് സിംഗിൾ ഫേസ് ഹാഫ് വേവ് ബ്രിഡ്ജ് ഇൻവെർട്ടറും ഉണ്ട്, അതുപോലെ ഫുൾ ബ്രിഡ്ജ് ഇൻവെർട്ടറും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇൻവെർട്ടറിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ സപ്ലൈ കൊടുക്കും. ഓക്കെ, സപ്ലൈ കൊടുക്കും. നമ്മളിവിടെ ഒരു SCR ഇങ്ങനെ പ്ലേസ് ചെയ്യും. സിമിലർലി ഇത് ഡയോഡാണ് 2 എണ്ണം. ഓക്കെ, അത് D1 D2, ഇതാണ് SCR. ഇങ്ങനെയാണ് പ്ലേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 SCRഉം 2 ഡയോഡും ഉള്ള നമ്മുടെ ഫിഗർ ഇത് VS/2 ആയിരിക്കും. അതാണ് ഈ SCR നമ്മൾ ഇൻവെർട്ടറിന് പ്രത്യേകത. സപ്ലൈ വോൾട്ടേജ് ആയിട്ടല്ല ഉണ്ടാവും, 2 സ്പ്ലിറ്റ് ആയിട്ട് ഉണ്ടാവും കേട്ടോ. ഓരോന്നിനും ഇൻഡിവിജ്വലി വോൾട്ടേജ് കൊടുക്കുക VS/2. അപ്പം ഈ ഇൻവെർട്ടറിൽ എന്താണ് 2 SCRഉം ഉണ്ടാവും, അതുപോലെ തന്നെ 2 ഡയോഡും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്കെന്ന് വിളിക്കാം ഹാഫ് വേവ് ഇൻവെർട്ടർ എന്ന് വിളിക്കാം. ഓക്കെ, ഈ ഹാഫ് വേവ് ഇൻവെർട്ടറിൻ്റെ വർക്കിംഗ് അല്ലെങ്കിൽ ഇത് പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സപ്പോസ് നമ്മൾ 2 ട്രിഗറിങ് പൾസുകൾ കൊടുക്കുകയാണ്. ഓക്കെ, അതായത് ഇവിടെ ഒരു പൾസും അടുത്തൊരു പൾസ് ഇങ്ങനെ. അപ്പോൾ ഇതൊരു IG1 ആണ്, ഇതൊരു IG2 ആണെങ്കിൽ ഇവിടെയാണ് അടുത്ത പൾസ് ഉണ്ടാവുക, ഇത് അടുത്ത പൾസ് ഇങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ അതിൻ്റെ മൊത്തം നമ്മളുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ലൈക്ക് ഓക്കെ, ഈ ഒരു ലെവലിലാണ് നമ്മൾ ഔട്ട്പുട്ട് വരിക. അപ്പോൾ ഇത് നിങ്ങളുടെ ടോട്ടൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണെങ്കിൽ ഇത് ഔട്ട്പുട്ട് വോൾട്ടേജ് VS/2ഉം അതുപോലെ -VS/2 എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ ഇത് മൊത്തം നമ്മളുടെ ടോട്ടൽ ടൈം പീരീഡ് Tയും ഇവിടെ ഉള്ള ടൈം പീരീഡ് T/2, ഇതെന്താണ് നെക്സ്റ്റ് T/2. ക്ലിയർ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ സമയത്തും അല്ലെങ്കിൽ ഓരോ ഇൻസ്റ്റൻറ്റിലും നമ്മൾ ഓരോ കണ്ടക്ഷനാണ് നടത്തുക. അതായത് 0 മുതൽ ഫിഗർ കണ്ടാൽ മനസ്സിലാവും, 0 മുതൽ T/2 വരെ നമ്മൾ T1 വർക്ക് ചെയ്യും, കണ്ടക്ട് ചെയ്യും. അവിടെ അപ്പോൾ ഉള്ള ലോഡ് വോൾട്ടേജാണ് VS/2. ഇനി അടുത്ത സമയത്ത് നമ്മൾ T/2 മുതൽ T വരെയുള്ള സമയത്ത് നടക്കുന്നതാണ് അടുത്ത വോൾട്ടേജ്. അതാണ് നമ്മൾ -VS/2. മനസ്സിലായി. അപ്പം നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ഒക്കെ എഴുതുവാണെങ്കിൽ VO = VS/2 എന്ന് പറഞ്ഞാൽ 0 <T T/2, VO = -VS/2 എന്ന് പറയുമ്പോൾ T/2 T അല്ലേ, ടോട്ടൽ ടൈം പീരീഡ്. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു കൺസ്ട്രക്ഷനാണ് നമ്മൾ എന്താ പറയുക ഹാഫ് വേവ് ബ്രിഡ്ജ് ഇൻവെർട്ടർ എന്ന് പറയാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഹാഫ് വേവ് ബ്രിഡ്ജ് ഇൻവെർട്ടർ. ഓക്കെ, ഇനി സിമിലർലി നമുക്ക് ആരുമുണ്ട് ഹാഫ് വേവ് ഫുൾ ബ്രിഡ്ജ് ഹാഫ് വേവ് അല്ല സിംഗിൾ ഫേസ് ഫുൾ ബ്രിഡ്ജ് ഇൻവെർട്ടറും ഉണ്ട്. നമ്മൾ ഫുൾ ബ്രിഡ്ജ് ഇൻവെർട്ടർ ആണ് നമ്മൾ നോക്കാം. നമ്മൾ ഹാഫ് വേവ് ഇൻവെർട്ടർ നമ്മൾ എന്ത് ചെയ്ത് നോക്കി അല്ലേ. പിന്നെ ഫുൾ ബ്രിഡ്ജ് ഇൻവെർട്ടറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നേരത്തെ ഉള്ളതിൻ്റെ എത്രയാണോ SCR ഉള്ളത് അതിൻ്റെ നേരെ ഡബിൾ വരും അല്ലേ. അപ്പോൾ അത് നമ്മൾ നേരത്തെ നമ്മൾ നോക്കുമ്പോൾ 2 ഡയോഡ് വന്നിരുന്നു. ഇവിടെയും ഡയോഡുകളൊക്കെ ഉണ്ടാവും. ജസ്റ്റ് സ്കീമാറ്റിക് നിങ്ങൾക്ക് വരച്ചു തരാം, അപ്പം കുറച്ച് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഇത് നമ്മളുടെ സപ്ലൈ വോൾട്ടേജ്, ഇത് നമ്മളെ ഡയോഡ്. ഓക്കെ, ഇത് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫുൾ ബ്രിഡ്ജ് ഇൻവെർട്ടറിൻ്റെ സ്കീമാറ്റിക്. നമ്മളെ ലോഡ് ഇതിൻ്റെ ഇടയിൽ വരും. ഓക്കെ,
അപ്പോൾ ഇതാണ് I0, ഇത് ± V0. നമ്മൾ തൈറിസ്റ്ററുകൾ ഇവിടെയാണ് നമ്മൾ സപ്ലൈ വോൾട്ടേജ് കൊടുക്കുന്നത്. T1, D1, T2, D2, T3, D3, T4. ഓക്കെ, ഇവിടെ ചെറിയ ഇതുണ്ട്. ഇവിടെ അല്ലേ തൈറിസ്റ്റർ വരിക. ഇതാണ് നമ്മളൊരു ഫുൾ ബ്രിഡ്ജ് ഇൻവെർട്ടർ. അതായത് 4 SCRഉം 4 ഡയോഡും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ T1, T2 കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ കണ്ടക്ടർ വോൾട്ടേജ് സപ്ലൈ വോൾട്ടേജ് എന്ന് കിട്ടും. സിമിലർലി നമ്മുടെ T3, T4 ആണ് കണ്ടക്ട് ചെയ്യുന്ന D4 കേട്ടോ. 3T, 3-4 ആണ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് -VS. അത്രേ ഉള്ളൂ. നമ്മൾ നേരത്തെ കണ്ടക്ഷൻ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ 2 ട്രിഗറിങ് പൾസ് നേരത്തെ പോലെ കൊടുക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റിംഗ് ആൻ ഔട്ട്പുട്ട് ലൈക്ക് ദിസ്. ഓക്കെ, അതായത് ഇതെന്തായിരിക്കും, ഇത് വിൽ ബി VS ആയിരിക്കും, എന്തായിരിക്കും -VS ആയിരിക്കും. ക്ലിയർ. ഇത് കണ്ടക്ട് ചെയ്യുന്ന T1, T2, ഇതെന്തായിരിക്കും, ഇറ്റ് വിൽ ബി T3, T4. ക്ലിയർ. അപ്പം 0 to മൊത്തം ടൈം പീരീഡ് T, ഇത് 0, ഇത് T/2, ഇത് T. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ ഫുൾ ബ്രിഡ്ജ് ഇൻവേർട്ടറിൻ്റെ പ്രത്യേകത. അപ്പോൾ 2 ഡയോഡ് ആൻറ്റി പാരലായിട്ട് നമ്മൾ 2 SCRന് അക്രോസ് പോലെ കണക്ട് ചെയ്യും. അങ്ങനെ ഇതുപോലെ തന്നെ 3 ഫേസ് ബ്രിഡ്ജ് ഇൻവേർട്ടർ ഉണ്ട്. അപ്പം 3 ഫേസ് ബ്രിഡ്ജ് ഇൻവേർട്ടറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സപ്ലൈ വോൾട്ടേജ് തന്നെ ഉണ്ടാവുള്ളൂ, VS. ഓക്കെ, നമ്മളിവിടെ ഒരു SCR വെക്കും, അടുത്ത SCR, സിമിലർലി ഇവിടെ ഒരു ഡയോഡ് അല്ലേ, ഇവിടെ അടുത്തൊരു ഡയോഡ്, അടുത്തത് സിമിലർലി ഇവിടെ ഒരു SCR, ഇവിടെ ഡയോഡ്, സോറി ഇവിടെ SCR തന്നെ, ഇവിടെ അല്ല, അടുത്തൊരു SCR, ഇവിടെ ഡയോഡ്. ക്ലിയർ. സിമിലർലി ഇവിടെ അടുത്ത ഡയോഡ്, ഇവിടെയും അടുത്ത SCR, ഇവിടെ ഡയോഡ് വരും അല്ലേ. അപ്പോൾ ഈ ഓരോ സാധനത്തിന് അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പ്, ഇപ്പോൾ T1, ഇത് T3, ഇത് D1, D1 ആണ്, T3, D3, ഇത് T5, D5, ഇത് T2 അല്ല കേട്ടോ, സോറി T4, D4, T6, D6, ഇത് T2, D2 ആണെങ്കിൽ നമ്മൾ ഓരോ സ്ഥലത്തുള്ള ഇതും എടുക്കും. ഓക്കെ, അപ്പോൾ ഓരോ സെക്ടറും എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്ത് നമ്മളൊരു 3 ഫേസ്, ഇവിടെ 3 ഫേസ് ലോഡ് ഉണ്ട്. ഓക്കെ, നമ്മൾ 3 ഫേസ് ലോഡാണെങ്കിൽ നമ്മൾ ഈ ലോഡിലേക്ക് ഓരോ ഇൻഡിവിജ്വൽ സപ്ലൈയും കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഓരോ ഇതിപ്പോൾ ABC എന്നാണ് നമ്മളിവിടെ ഈ ജംഗ്ഷൻ പോയിൻറ്റുകളെ മാർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മൊത്തം എന്താണ്, ഇത് VAB വരും, ഇത് VBC വരും, ഇത് VCA വരും. ക്ലിയർ. അപ്പോൾ അത് ഓർത്താൽ മതി. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു 3 ഫേസ് ഇൻവെർട്ടർ നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യണം. മിനിമം ഇവിടെ എത്ര SCR ഉണ്ടാവും, മിനിമം 6 SCRഉം 6 ഡയോഡ്സും ഉണ്ടാവും. ക്ലിയർ. അപ്പോൾ ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര അറിയാം, 360 ഡിഗ്രിയാണ്. അപ്പോൾ ഓരോ SCR എത്ര ഡിഗ്രി സ്റ്റെപ്പിംഗ് ഉണ്ടാവും, അല്ലെങ്കിൽ ഓരോ എത്ര ഫയറിംഗ് ആംഗിൾ വരും, 60 ഡിഗ്രി ഫയറിംഗ് ആംഗിൾ വെച്ച് വർക്ക് ചെയ്യും അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ 6 സ്റ്റെപ്പ് ബ്രിഡ്ജ് ഇൻവേർട്ടർ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, 6 സ്റ്റെപ്പ് ബ്രിഡ്ജ് ഇൻവേർട്ടറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും വർക്കിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ പഠിച്ച അതേപോലെ തന്നെയാണ് വരിക. ഇനിയിപ്പോൾ ഇതിൻ്റെ 2-3 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ പോലത്തെ ടൈപ്സ് ഉണ്ട്, നമുക്കൊന്ന് നോക്കാം. കാരണം അത് ചോദിച്ച് കാണാറുണ്ട്. നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വെച്ചാൽ സിംഗിൾ ഫേസ് ഹാഫ് ബ്രിഡ്ജ് ഇൻവെർട്ടർ ഇൻപുട്ട് വോൾട്ടേജ് 48 വോൾട്ട്, ഇറ്റ് ഈസ് ഹാവിങ് എ ലോഡ് ഓഫ് 2.4 ohm. Then
RMS ഔട്ട്പുട്ട് വോൾട്ടേജ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി. ഓക്കെ, ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയിൽ RMS ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഹാഫ് ബ്രിഡ്ജ് ഇൻവേർട്ടറാണ്. ഹാഫ് ബ്രിഡ്ജ് ഇൻവേർട്ടർ ആണെങ്കിലുള്ള ഇക്വേഷനാണ് നിങ്ങളിത് ഓർക്കേണ്ടത്. ഓക്കെ, ഹാഫ് ബ്രിഡ്ജ് ഇൻവേർട്ടറാണ്, RMS ഔട്ട്പുട്ട് വോൾട്ടേജ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ആണ് ചോദിക്കുന്നതെങ്കിൽ വിൽ ബി ഗെറ്റിംഗ് വി ഔട്ട് 1 = 2Vs/π ഇൻറ്റു സൈൻ ഒമേഗ ടി ആണ് നമ്മളുടെ ഫണ്ടമെൻ്റൽ കമ്പോണൻറ്റിൻ്റെ വോൾട്ടേജിൻ്റെ ഔട്ട്പുട്ട്. ഓക്കെ, ഫണ്ടമെൻ്റൽ കമ്പോണൻ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇക്വേഷനാണ് 2Vs/π ഇൻറ്റു സൈൻ ഒമേഗ ടി. ഇനി RMS വാല്യൂ ഇതല്ല, ഇത് ഫണ്ടമെൻ്റൽ കമ്പോണൻ്റ് ആണ് കേട്ടോ. ഫണ്ടമെൻ്റൽ കമ്പോണൻ്റ് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണെങ്കിൽ ഇതാണ് ഇക്വേഷൻ. ഇനി RMS വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് ചോദിക്കുന്നതെങ്കിൽ വിൽ ബി ഗെറ്റിംഗ് വി ഔട്ട് 1 RMS എന്ന് പറഞ്ഞാൽ നേരത്തെ ഫണ്ടമെൻ്റൽ /√2. ഫണ്ടമെൻ്റൽ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ RMS വാല്യൂ ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി 2Vs/π ഇൻറ്റു √2. നേരത്തെ ഉള്ള ഈ കമ്പോണൻറ്റ് /√2 ഇതാണ് നമ്മൾ പീക്ക് കമ്പോണൻറ്റ്. അപ്പോൾ പീക്ക് കമ്പോണൻറ്റ് /√2. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾക്ക് ആകെ അറിയേണ്ടത് ആകെ VS കിട്ടിയാൽ നമുക്ക് ആൻസർ കിട്ടും. VS എന്ന് പറഞ്ഞാൽ സപ്ലൈ ഇൻപുട്ട് എത്രയാണ് 48. അപ്പോൾ 2 × 48 / π√2 വോൾട്ടേജ്. ഇതാണ് നമ്മൾ RMS ഔട്ട്പുട്ട് വോൾട്ടേജ്. ക്ലിയർ? അപ്പോൾ ഇങ്ങനത്തെ ചെറിയ സിമ്പിൾ പ്രോബ്ലം ആയിരിക്കും ഉണ്ടാവും, പക്ഷേ ആ ഇക്വേഷൻ കറക്റ്റായിട്ടാണ്. അപ്പോൾ ഫണ്ടമെൻ്റൽ ഔട്ട്പുട്ട് വോൾട്ടേജ് വെച്ച് കഴിഞ്ഞാൽ 2Vs/π സൈൻ ഒമേഗ ടി. അതിൻ്റെ RMS വെച്ച് കഴിഞ്ഞാൽ ബൈ എന്ത് ചെയ്താൽ മതി, √2 ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഇതിൻ്റെ ഫുൾ ബ്രിഡ്ജാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഹാഫ് ബ്രിഡ്ജ് അല്ലേ, ഫുൾ ബ്രിഡ്ജാണ് ചോദിക്കുകയാണെങ്കിൽ വ്യത്യാസമൊന്നുമില്ല. ഇവിടുത്തെ ഈ ഇക്വേഷൻ ഔട്ട്പുട്ട് വോൾട്ടേജ് ഫണ്ടമെൻ്റൽ കമ്പോണൻറ്റ് 4Vs/π സൈൻ ഒമേഗ ടി ആവും. സിമിലർലി ഫുൾ ബ്രിഡ്ജിൻ്റെ RMS ചോദിക്കുകയാണെങ്കിൽ 4Vs/π ഇൻറ്റു √2 എന്നാവും. ക്ലിയർ? ആ ഒരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കമ്പയർ ടു സിംഗിൾ ഫേസ് ഹാഫ് ബ്രിഡ്ജ് ഇൻവെർട്ടർ ദ ഔട്ട്പുട്ട് പവർ ഓഫ് എ സിംഗിൾ ഫേസ് ഫുൾ ബ്രിഡ്ജ്. എത്ര ഇതായിരിക്കും നമ്മൾ ഔട്ട്പുട്ട് പവർ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ കാര്യം നമുക്കറിയാം. വോൾട്ടേജ് നമ്മൾ നോക്കുമ്പോൾ നേരത്തെ ഇത് കണ്ടില്ലേ, നമ്മൾ ഈ ഹാഫ് ബ്രിഡ്ജാണ് 2Vs, ഈ ഫുൾ ബ്രിഡ്ജ് ആണെങ്കിൽ 2. അപ്പോൾ ഇത് എന്താണ്, ഫുൾ ബ്രിഡ്ജിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് 2 ടൈംസ് ഹാഫ് ബ്രിഡ്ജിൻ്റെ വോൾട്ടേജ് ആണ്. ഓക്കെ, വോൾട്ടേജ് ഓഫ് ഫുൾ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 2 ടൈംസ് ഹാഫ് ബ്രിഡ്ജിൻ്റെ വോൾട്ടേജ് ആണ്. അപ്പോൾ 2 ടൈംസ് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ ഇവിടെ ചോദ്യം വോൾട്ടേജും അല്ല, ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്, ഔട്ട്പുട്ട് പവറാണ്. അപ്പോൾ ഔട്ട്പുട്ട്, അപ്പോൾ വോൾട്ടേജ് ആണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ വോൾട്ടേജിന് നമുക്ക് പറയാവുന്ന 2 ടൈംസ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ഹാഫ് ബ്രിഡ്ജ്. ഓക്കെ, അപ്പോൾ ഫുൾ ബ്രിഡ്ജിൻ്റെ വോൾട്ടേജ് ഈക്വൽ ടു 2 ടൈംസ് ഔട്ട്പുട്ട് ഓഫ് ഹാഫ് ബ്രിഡ്ജ്. ഇനി പവറാണ് ചോദിക്കുന്നതെങ്കിൽ പവറിൻ്റെ അതെന്തായിരിക്കും, നമുക്ക് സ്ക്വയർ ഓഫ് വോൾട്ടേജ് ആയിരിക്കും, VSൻ്റെ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ഫുൾ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ 4 ടൈംസ് ആയിരിക്കും. ശരിയാണല്ലോ, പവർ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ V² അല്ലേ വരിക. അപ്പോൾ ഇവിടെ ഇത് X ആണെങ്കിൽ നമുക്കിത് ഫുൾ ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ 2X അല്ലേ വരും. അപ്പോൾ മൊത്തം എത്ര വരും, 4 ടൈംസ് വോൾട്ടേജ് വരും. അപ്പോൾ ആൻസർ വിൽ ബി ബൈ എ പവർ ഓഫ് 4. ക്ലിയർ? ഇത് പവർ ചോദിച്ചാണ്, വോൾട്ടേജ് ചോദിച്ചാൽ 2 ടൈംസ് അല്ലത് പവർ ആകുമ്പോൾ 4. ഓക്കെ, നെക്സ്റ്റ്. ഇതാ നേരത്തെ അതേ ക്വസ്റ്റ്യൻ. ഫോർ എ സിംഗിൾ ഫേസ് ഹാഫ് ബ്രിഡ്ജ് ഇൻവെർട്ടർ ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മൾ VS റെപ്രസെൻ്റ് ചെയ്യുന്നു, ഔട്ട്പുട്ട് പവർ P അല്ലേ. അപ്പോൾ സിംഗിൾ ഫേസ് ഫുൾ ബ്രിഡ്ജ് ഇൻവെർട്ടറിലുള്ള അവസ്ഥ എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സിംഗിൾ ഫേസ് ഒരു ഫുൾ ബ്രിഡ്ജ് ഇൻവെർട്ടറിൽ നമ്മൾ പറഞ്ഞു ഔട്ട്പുട്ട് എന്താവും, 2 ആവും, പവർ എന്താവും, 4 ടൈംസ് ആവും. ശരിയാണല്ലോ? അപ്പോൾ അതാണ് അതിൻ്റെ ഇക്വേഷൻ. അടുത്തതുപോലെ ഒരു ക്വസ്റ്റ്യൻ തന്നെ, ഫുൾ ബ്രിഡ്ജ് ഇൻവെർട്ടറിൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ RMS വാല്യൂ ഓഫ് ഫണ്ടമെൻ്റൽ കമ്പോണൻറ്റ് വാല്യൂ എന്തായിരുന്നു, 4Vs/π ഇൻറ്റു സൈൻ ഒമേഗ ടി തന്നെയായിരുന്നു ഫണ്ടമെൻ്റൽ കമ്പോണൻറ്റിൻ്റെ വാല്യൂ. പക്ഷേ RMS, ഈ ഫണ്ടമെൻ്റൽ കമ്പോണൻറ്റിൻ്റെ RMS എടുക്കുമ്പോൾ ഈ ഫണ്ടമെൻ്റൽ കമ്പോണൻറ്റ് /√2 ചെയ്യണം. അതുകൊണ്ട് ഡിനോമിനേറ്ററിൽ ആരും വരും, √2 വരും. ബാക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അപ്പോൾ 4 × 48 /π√2 ഇതാവും നമ്മുടെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ്
സിംഗിൾ ഫേസ് ഇൻവെർട്ടർ ആസ് എ സ്ക്വയർ വേവ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഓക്കെ, സ്ക്വയർ വേവ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണെങ്കിൽ നമ്മൾ ഈ ശരിക്ക് സിംഗിൾ ഫേസ് ബ്രിഡ്ജ് ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്നൊരു ഇങ്ങനെയാണ് വരിക. 135 ഇൻഫിനിറ്റി 4 VS/N/π sin n ഒമേഗ ടി. ഫണ്ടമെൻ്റൽ കമ്പോണൻ്റ് ആണ്. അല്ലെങ്കിൽ നമ്മളിതിൻ്റെ ഫസ്റ്റത്തെ കമ്പോണൻറ്റിൻ്റെ RMS എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത് 4 VS/π ഇൻറ്റു √2 വരുന്നത്. ഓക്കെ, ഫണ്ടമെൻ്റൽ കമ്പോണൻ്റ് എന്ന് പറയുമ്പോൾ ഇതിന് 1 കൊടുത്താൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇത് കിട്ടും. ഇതാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ കമ്പോണൻറ്റ്. ഇതിന് RMS എന്ന് പറയുമ്പോഴാണ് ഈ √2 അടിയിൽ വരുന്നത്. ശരിയല്ലേ? ഇവർ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താ, ഫിഫ്ത്ത് ഹാർമോണിക് ആണെങ്കിൽ എന്താണെന്നാണ്. ഫിഫ്ത്ത് ഹാർമോണിക് എന്ന് പറയുന്നത് ഇപ്പോൾ ഫസ്റ്റ് ഹാർമോണിക്കാണിത്. ഫിഫ്ത്ത് ഹാർമോണിക് ആകുമ്പോൾ എത്ര വരും? വി ഔട്ട് 5 RMS ഈക്വൽ ടു 4 VS/n പകരം 5 കൊടുക്കുക. അപ്പോൾ 5 × π√2. അപ്പോൾ ഇത് മൊത്തം പറയുവാണെങ്കിൽ നമ്മൾ വി ഔട്ട് 5 RMS എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് മൊത്തം ആരാ? ഇത് മൊത്തം ഇതല്ലേ, ഫസ്റ്റ് ഹാർമോണിക്സ് അല്ലേ. അപ്പോൾ വി ഔട്ട് ഫസ്റ്റ് ഹാർമോണിക്സിൻ്റെ ഡിവൈഡഡ് ബൈ 5. ശരിയല്ലേ? നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം അവ തമ്മിലുള്ള റിലേഷനാണ് അല്ലേ. അതായത് നമ്മളെ ഫിഫ്ത്തും നമ്മളെ ഫസ്റ്റും തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ വി ഔട്ട് 5 RMS ഡിവൈഡഡ് ബൈ വി ഔട്ട് 1 RMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 1/5 × 100. അപ്പോൾ എത്ര പെർസെൻറ്റേജ്? 20% വിൽ ബി യുവർ ആൻസർ. ഇതാണ് ആൻസർ. എത്ര വരും? 20% ആണ് വരിക. ക്ലിയർ? അപ്പം ഇതാണ് നമ്മൾ പറയുന്ന കൺസെപ്റ്റ്. നമ്മൾ ഈ ഹാർമോണിക്സിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഇതിലാണ് വരിക. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്ക്. ഇൻവെർട്ടറിൻ്റെ കൺസെപ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, സൈക്കിൾ കൺവെർട്ടറിൻ്റെ കൺസെപ്റ്റ് ഓർത്ത് വയ്ക്കുക. അങ്ങനെ ചെറിയ ചെറിയ പ്രോബ്ലംസേ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. അതുകൊണ്ടാണ് ഇനിയും ഒരുപാട് ഉണ്ടാവും ഇതിൻ്റെയൊക്കെ. പക്ഷേ നമുക്ക് അത്രയൊന്നും ഡെപ്തിൽ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് എക്സാമിന് ചോദിക്കുന്ന കുറച്ച് ടൈപ്പാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പം എക്സാമിൻ്റെ ഇതൊക്കെ നമ്മൾ നോക്കിയിട്ട് നമ്മളെല്ലാം അറ്റൻഡ് ചെയ്യുക. എല്ലാവരും വൃത്തിക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ട് എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നമുക്ക് വീണ്ടും ഒരു കോഴ്സായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ കാണാം. ഓക്കെ ദെൻ ബൈ. നമുക്ക് എല്ലാവരും എക്സാമൊക്കെ നല്ലോണം ചെയ്താൽ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കാണാം കേട്ടോ. ഓക്കെ ദെൻ താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.